ട്രക്കി മലയാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ്. നിലമ്പൂർ വഴി കയറി ഗൂഡല്ലൂർ ചെന്നിട്ട് മുതുമലൈ ടൈഗർ റിസർവ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ആനിമൽ സൈറ്റിങ് ചെറുതായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഏകദേശം നമ്മൾ ഫോറസ്റ്റ് ഏരിയ കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങളെ വല്ലാണ്ട് ഞെട്ടിച്ചത്. നമ്മൾ വിഷുവിൻ്റെ സമയത്ത് അവിടെ ഒരൊറ്റ കണിക്കുന്ന പോലും നമുക്ക് കിട്ടിയില്ലായിരുന്നു. നമ്മൾ പ്ലാസ്റ്റിക് പൂവായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ വിഷുവിൻ്റെ സമയത്ത് മാത്രമുള്ളൊരു പർപ്പസാണ് ഈ കണിക്കൊന്നെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു യൂസ് ഇല്ലല്ലോ. പിന്നെ അവിടുന്ന് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനൊരു കാട് പോലൊരു കാഴ്ച കണ്ടപ്പം നമ്മൾ അതൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. ഏകദേശം നമ്മൾ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമേ നമ്മളെ കയറ്റി വിടുകയുള്ളൂ. 20 രൂപ നമ്മൾ കാറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടാണിത്. നമ്മളിവിടെയാണ് സ്റ്റേ. നമ്മളെടുത്തത് JLR പാക്കേജാണ്, കർണാടക ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കോട്ടേജ് ആയിട്ടാണ് നമുക്ക് സ്റ്റേ ഉള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ നൈസായിട്ട് ചീവിടിൻ്റെ സൗണ്ട് കേൾക്കാം. ഇവിടെ ഫുൾ അതേ ഉള്ളൂ, നല്ല സൗണ്ടാണ്. ചുറ്റിനും കാടാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, കരിഞ്ഞുണങ്ങിയ അവസ്ഥയാണ്. അതുപോലെ വെയിലും ചൂടും ഇവിടെയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയ അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ കോട്ടേജിന്റെ പേര്, ഗോൾഡൻ ഓറിയോൾ. അപ്പം അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ പോകുന്നത് ബാൽക്കണിയിലോട്ടാണ്. ബാൽക്കണിയിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കിതാ വിസിബിളായിട്ട് വരുന്നത് ബൊഗെയിൻവില്ലയാണ്. അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ മങ്കീസൊക്കെ വരാറുണ്ട്, രാത്രിയിലൊക്കെ ശല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോറ് പരമാവധി അടച്ചിടണം എന്നൊക്കെയാണ് നമുക്ക് തന്നേക്കുന്ന നിർദ്ദേശം. ഇതിൻ്റെ ബാക്കിൽ ചീവീടിൻ്റെ സൗണ്ട് നല്ല പോലെ മ്യൂസിക്കായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മളിതിനെ ചീവീടെന്നാണ് വിളിക്കാറ്. ബാക്കിയുള്ളിടത്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ വന്നതും ഏകദേശം ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലോട്ട് പോയി. വേഗം ഫ്രഷ് ആയിട്ട് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ. നേരത്തെ പറഞ്ഞാൽ മങ്കീസ് ഇവിടെ വരാറുണ്ട്. അതുപോലെ പീക്കോക്ക്, ചെറിയ ഈ കാട്ടിലുള്ള ചെറിയ ചെറിയ കിളികളൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ള ഫുഡും യാതൊരു വിധത്തിലുള്ള മറ്റ് പാനീയങ്ങളും ഒന്നും കൊടുക്കരുതെന്നൊക്കെ ഇവിടെ നിർദ്ദേശമുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് കുറച്ചധികം ദൂരം നടന്നു വരേണ്ടതായിട്ടുണ്ടായിരുന്നു. മെസ്സിന് ഇട്ടേക്കുന്ന പേരാണ് ഗോൾഗർന്ന് കേട്ടോ. അപ്പോൾ എല്ലാ കോട്ടേജിനും പേരുള്ളതുപോലെ മെസ്സിനും പേരുണ്ട്. ഇവിടെ ബൊഫേ സിസ്റ്റം ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞ് ട്രെക്കിങ്ങിന് പോവാന്നുള്ളതാണ്. ട്രെക്കിംഗ് ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ജിപ്സി സഫാരിയാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ഒരു സീറ്റിൽ 2 പേർക്കും പരമാവധി 3 പേർക്കും ഇരിക്കാൻ പറ്റും. ജിപ്സി സഫാരി കൂടാണ്ട് ബസ്സുണ്ട്. ബസ്സിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യൂ നമുക്ക് കിട്ടിയാൽ പെട്ടെന്ന് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിലാണ്. അതായത് ഇത് പൊതുവേ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് പോകാറുള്ളത്. അപ്പം നമ്മളും ഇവിടെ വരണം. നമുക്ക് ഓൾറെഡി പാക്കേജിൽ ക്യാമറ പേയ്മെൻറ്റ് അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് പേര് എൻ്റർ ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നവർക്കെല്ലാം ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റ് താമസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി ഫോറസ്റ്റിലേക്ക് പോവാണ്. നമ്മുടെ ജിപ്സി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ഈ ഒരു വില്ലേജും ഇതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വരൾച്ചയിലാണ്. അതുപോലെ തന്നെ 2 സൈഡും നല്ല കൃഷിയോഗ്യമായ സ്ഥലമായിട്ടാണ് കാണുന്നത്. കൃഷിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ വെള്ളത്തിന് അവർ എന്ത് ചെയ്യുമോ എന്തോ, വെള്ളത്തിന് എന്തായാലും നല്ല ക്ഷാമമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന സഫാരി ലോഡ്സ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തലേന്ന് രാത്രി JLRൻ്റെ ഒരു സ്റ്റാഫ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു സഫാരി ലോഡ്ജിൻ്റെ ഏകദേശം അടുത്തായിട്ട് ഒരു ടൈഗറിനെ കണ്ടതായിട്ട്. അപ്പോൾ അതിനെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്ന് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തായാലും നോക്കാം.
ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് ഉണങ്ങി വരണ്ട് നല്ല വരൾച്ചയിലാണ്. അങ്ങും ഇങ്ങും എവിടെയൊക്കെയോ പച്ചിലകൾ കാണാമെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം ഇതാണ്, കാടിൻ്റെ ഉള്ളിൽ ഈ തണലില്ല, അതുപോലെ വെള്ളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് വരുമായിരുന്നു. നമ്മുടെ അതേ പാക്കേജിലുള്ള മറ്റൊരു ടീമിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറി. ഇനി നമുക്കെങ്ങനെ മുന്നേ ടൈഗറിനെ കിട്ടിയാലോ അല്ലേ, അതുകൊണ്ടായിരിക്കും ഡ്രൈവർ മുന്നേ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ ഓടിച്ച് കയറുകയാണ്. ഈ കാണുന്ന ബിൽഡിംഗാണ് പഴയ ടിക്കറ്റ് കൗണ്ടർ. ഒരു 3-4 മാനോളം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെ സ്ലോ ചെയ്ത് വിട്ടു. നമ്മൾ കാട്ടിലേക്കുള്ള വഴി എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ രണ്ട് സൈഡ് നോക്കിയാൽ നല്ല താഴ്ചയാണ്. നമ്മളൊരു പൊങ്ങിയ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, രണ്ട് സൈഡും കുറച്ച് താഴ്ചയുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു തടാകം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ വെള്ളം കുടിക്കാനും വിശ്രമിക്കാനും പുല്ല് മേയാനും ഒക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു സംശയം ഇവിടെ തീർന്നു കിട്ടി. അങ്ങിങ്ങുമായിട്ട് ചെറിയ തടാകങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനായിട്ടൊക്കെ. അങ്ങനെ അത്രയ്ക്ക് അങ്ങ് വറ്റി വരേണ്ട മൃഗങ്ങൾ കാട്ടിൽ ബുദ്ധിമുട്ടി ജീവിക്കുമല്ല എന്നാണ് ഇപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്. കുറേ മാനുകൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറേ ടൈപ്പ് ഓഫ് കൊക്കുകളും കുറേ പക്ഷികളും ഒക്കെ ഉണ്ട് അവിടെ. നമ്മൾ അതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകാനുണ്ട്, നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നത്. മീൻസ് ഇങ്ങനൊരു ഫോറസ്റ്റ് ട്രക്കിങ് എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്തിനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ സൂവിലൊക്കെ കാണുന്ന പോലെയല്ല, കാട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണുമ്പോൾ അതൊരു പ്രത്യേകതരം എക്സൈറ്റ്മെൻ്റ് ആണ്. ഈ മാനിനെയും മയിലിനെയും അതുപോലെ ഈ കുരങ്ങന്മാരെയൊക്കെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടേക്കുന്നു. പക്ഷേ കാട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളിതിനെ കാണുമ്പോൾ മറ്റൊരു ഫീലാണ്. എന്നിരുന്നാലും ശരി, നമുക്ക് കാടിൻ്റെ ഉള്ളിൽ വെച്ചൊരു പിക്ക് എടുക്കാതിരിക്കാതെ പോരാൻ തോന്നില്ല. ഞാനൊക്കെ വളർന്നു വരുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് ഏത് രീതിയിലും നമുക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം പോലെ ഫോട്ടോസ് എടുക്കാൻ ഒരു നിശ്ചിത സമയം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ കൺസിഡർ ചെയ്തിട്ടാണ് അവർ പിന്നീട് അവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സമയം അവർ ചോദിക്കും, പിന്നീട് കഴിഞ്ഞോ എന്ന് ചോദിക്കും. അങ്ങനെ നല്ല കോപ്പറേറ്റീവായിട്ടാണ് ഇവർ നമ്മളെ കൂടെ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സമയം കിട്ടി. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ മാനിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു സൈറ്റിന് ശേഷം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഈ ലെപ്പാർഡിനെ. പുള്ളിക്കാരൻ അങ്ങനെ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു സാധനം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ഇതിനെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എപ്പോഴും ഈ കാണാൻ വരുന്നവർക്ക് കിട്ടണമെന്നില്ല. ഇത് ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്പേസ് ആണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതിവിടെ വിട്ട് പുറത്തേക്ക് പോകാറില്ല എന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് കുറേ നേരം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പുറകിൽ വീണ്ടും വണ്ടി വന്നു. എനിക്ക് തോന്നുന്നു സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അത് ഉള്ളിലേക്ക് പോയി. നമ്മൾ വീണ്ടും കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു പുറത്തേക്ക് വരുമായിരിക്കും എന്ന് വെച്ചിട്ട്. പക്ഷെ തിരികെ വന്നില്ല. എന്തൊക്കെയോ സൗണ്ടുകൾ ഉള്ളിൽ കേൾക്കുന്നത് കൊണ്ട് വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ വാച്ച് ചെയ്യായിരുന്നു ഇപ്പം പുറത്തേക്ക് വരും എന്നുള്ള രീതിയിൽ. പക്ഷെ വന്നില്ല. എന്നാലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ട്രെക്കിങ്ങിന് പോകുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ബോറടിക്കില്ല. അതൊരു തരം എക്സൈറ്റ്മെൻ്റ് ആണ്. അടുത്ത് എന്താണ് നമ്മളൊരു ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോസ് എടുക്കാനാണ് പോയത്. അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരിക്കലും ബോറടിക്കാതെ നിന്ന് കാഴ്ചകൾ കാണാൻ തോന്നും. ഞാനിങ്ങനെ അടുത്ത ലെൻസൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് കിട്ടിയില്ല.
ഇത് നെക്സ്റ്റ് ഒരു സ്പോട്ടാണ്. ഇവിടെ നമ്മൾ ഗൗറിനെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. വെള്ളം കുടിക്കാനായിട്ട് വരും എന്നാണ് അവർ പറഞ്ഞത്. ഗൗറിനെ പ്രതീക്ഷിച്ചാണ് വന്നെങ്കിലും മയിലിൻ്റെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഒരു സംശയം ഇവിടെ വന്നപ്പോഴാണ് തീർന്നത്. ഈ ഒരു സ്പേസിൽ എത്തിയപ്പോഴേക്കും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോറസ്റ്റുകാർ തന്നെ പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ വെള്ളം തീരുന്നതിനനുസരിച്ച് അത് നിരീക്ഷിച്ചതിന് ശേഷം അവർക്ക് മതിയാവോളം കുടിക്കാനുള്ള വെള്ളം അവർ നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങും കാണാത്ത രീതിയിലുള്ള കൊക്കുകളെ കണ്ടപ്പോൾ നമ്മൾ അതിനെ വെറുതെ വിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോയും 1-2 ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള ഒരുപാട് റോഡുകളുണ്ട്. ഇതെല്ലാം തന്നെ ഫോറസ്റ്റുകാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ജിപ്സികളൊക്കെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പല വഴികളിലൂടെ ചെന്ന് അതിൻ്റെ എൻഡിലെത്തുമ്പോൾ തന്നെ അവരെ നമ്മൾ കാണാറുണ്ട്. മറ്റുള്ള ജിപ്സികളെ നമ്മൾ കാണാറുണ്ട്. ആനിമൽ സൈറ്റിങ്ങിന് വേണ്ടി എളുപ്പത്തിനായിട്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ നാരോ റോഡുകൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ. അവർക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യൂ കിട്ടാനും അതുപോലെ അത് എവിടെയുണ്ട്, ഏത് ഏരിയയിലാണത് പെട്ടെന്ന് കാണപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചെറിയ റോഡുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ റോഡുകളെല്ലാം തന്നെ ഇവർ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ പോകുന്ന വഴിയിലെല്ലാം തന്നെ പാലം, അതുപോലെ പോകുന്ന വഴി ഇങ്ങോട്ടേക്ക് പോകണം അങ്ങോട്ടേക്ക് പോകണം എന്നെല്ലാം അവർ കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെറിയ റോഡ് വീണ്ടും കയറി നമ്മൾ നേരത്തെ കണ്ട പോലെ അതേപോലൊരു സ്പോട്ടിൽ വീണ്ടും വന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അതേ ഒരു കുരങ്ങ് ഓടി വരികയാണ് വെള്ളം കുടിക്കാൻ. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇവിടെയും നമ്മൾ ഗൗറിനെ കണ്ടില്ല. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ അങ്ങിങ്ങായിട്ടൊക്കെ പഗ്മാർക്ക് കണ്ടതായിട്ട് സംശയം പറയുന്നുണ്ട്. അതായത് ടൈഗർ ഇതുവഴിയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അടയാളങ്ങൾ കാണുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടി, ടയർ പഞ്ചറായി, അതിങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാട്ടിനകത്ത് അകപ്പെട്ടു. ഇവരുടെ കയ്യിൽ ശരിക്കും അതിനുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അരമണിക്കൂർ എടുത്തു ഒന്ന് റെഡിയായി വരാൻ. വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരുപാട് മാനിനെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഐറ്റംസിനൊന്നും നമ്മൾ കണ്ടില്ല. 2 സ്പോട്ടിൽ അന്വേഷിച്ചിട്ട് കിട്ടാത്തൊരു ഐറ്റം റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കാണാം. ഈ രണ്ടാമത് കാണിക്കുന്ന ഗൗറ് നമ്മൾ മറ്റൊരു സൈറ്റിൽ വന്നിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം ആകെപ്പാടെ നമുക്ക് 2 ഗൗറിനെ കാണാൻ പറ്റുള്ളൂ. കൂട്ടത്തോടെ കാണേണ്ടുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. എന്നിരുന്നാലും ശരി ഒരു 4-5 എണ്ണത്തിന് നമുക്ക് കാണേണ്ടുന്നതായിരുന്നു. നമുക്ക് കാണാൻ പറ്റിയില്ല, 2 എണ്ണത്തിനെ കിട്ടിയുള്ളൂ. ഇത് നല്ലൊരു വ്യൂ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് സ്ലോ ചെയ്ത് തരികയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ടൈം ഓവറായി. നമ്മൾ ഇവിടെ വിട്ടു പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നും നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാനോ വീഡിയോ എടുക്കാനോ ഉള്ള ടൈമില്ല. നമ്മളിവിടെ നിന്ന് നേരെ ലോഡ്ജിലേക്ക് പോവാണ്. ഇന്നത്തെ ഹണ്ടിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് ചെയ്യണം. സെക്കൻഡ് ഡേയിലെ എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.